കൂട്ടുകാരെ, എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് വേഗത്തിൻ്റെ കണക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് വേഗതയെന്നും വേഗതയെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുന്നതിനും അതിനെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നതിനും ഒക്കെയുള്ള വിദ്യകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കുറച്ച് ടിപ്സുകളാണ് നോക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തീവണ്ടിയും പാലവും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തീവണ്ടി തന്നെയാണ്. ഒരു തീവണ്ടിയല്ല, രണ്ട് തീവണ്ടി. രണ്ട് തീവണ്ടികൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എത്രയായിരിക്കും വേഗത? ശ്രദ്ധിക്കാം. അപ്പം ഒരു തീവണ്ടി ഈ ദിശയിലാണ് സഞ്ചരിക്കുന്നത്, രണ്ടാമത്തെ തീവണ്ടിയും അങ്ങോട്ട് തന്നെയാണ്. രണ്ട് തീവണ്ടി ഒരേ ദിശയിലാണെങ്കിൽ ആകെ വേഗത കാണാൻ രണ്ട് തീവണ്ടികളുടെ വേഗത തമ്മിൽ കുറയ്ക്കണം. വേഗതകൾ തമ്മിൽ കുറച്ചാലാണ് അവിടുത്തെ യഥാർത്ഥ തീവണ്ടികൾ തമ്മിലുള്ള വേഗത വ്യത്യാസം കിട്ടുക. അപ്പോൾ രണ്ട് തീവണ്ടികൾ ഒരേ ദിശയിലാണെങ്കിൽ അവ തമ്മിലുള്ള ദൂരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. ഇനി ഒരു തീവണ്ടി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തൊക്കെ പോകണം. ഒരു തീവണ്ടി ഇത് കോഴിക്കോടാണ്. ഒരു തീവണ്ടി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. ഒരു തീവണ്ടി തിരിച്ച് കോഴിക്കോട് കണ്ണൂർക്ക് പോകണം. ഇങ്ങനെ രണ്ട് തീവണ്ടികൾ ഒരേ സ്ഥലത്ത് നിന്ന് വ്യത്യസ്ത ദിശകളിലേക്കാണ് പോകുന്നത്. തീവണ്ടി ആവട്ടെ, വാഹനമാവാം, സൈക്കിളാവാം, സ്കൂട്ടറാവാം, എന്തും ആവട്ടെ. ഒരു വാഹനം ഒരു സ്ഥലത്ത് നിന്ന് രണ്ട് വ്യത്യസ്ത എതിർ ദിശകളിലേക്കാണ് പോകുന്നതെങ്കിൽ വേഗത ഒന്നാമത്തെ വേഗതയും രണ്ടാമത്തെ വേഗതയും നമ്മൾ കൂട്ടുകയാണ് ഇവിടെ നമുക്ക് വേണ്ടത്. അപ്പൊ പറഞ്ഞ കാര്യമാണ്, ഒരേ സ്ഥലത്ത് നിന്ന് രണ്ട് വണ്ടികൾ ഒരേ ദിശയിലാണ് പുറപ്പെടുന്നതെങ്കിൽ ആകെ വേഗത കിട്ടാൻ വേഗത നമുക്ക് കുറയ്ക്കണം. വ്യത്യസ്ത ദിശകളിലേക്കാണെങ്കിൽ, എതിർ ദിശകളിലേക്കാണെങ്കിൽ യഥാർത്ഥ വേഗത കിട്ടുന്നതിന് വേണ്ടി ആ വേഗതകൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ബോട്ടും വെള്ളവും ഇതുപോലെ തന്നെ വരുന്നൊരു ചോദ്യമാണ്. ഇതുപോലെ തന്നെ ബോട്ടുകൾ വന്നു കഴിഞ്ഞാലും ബോട്ടിന് രണ്ട് ബോട്ടുകളല്ല ഉണ്ടാവുക. ബോട്ട് ഒരു തോട്ടിലൂടെ അല്ലെങ്കിൽ പുഴയിലൂടെ പോകുന്ന സമയത്ത് ബോട്ട് ഒഴുക്കിന്റെ അതേ ദിശയിൽ പോകും. ചിലപ്പോൾ ബോട്ടിന് ഒഴുക്കിന്റെ എതിർ ദിശയിലും പോകാനുണ്ടാവും. അപ്പൊ ആകെ വേഗത ബോട്ടും ഒഴുക്കും ഒരേ ദിശയിലാണെങ്കിൽ ആകെ വേഗത കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നേരെ വിപരീത പ്രവർത്തനമാണ്. ബോട്ട് വരുമ്പോൾ രണ്ടുകൂടി കൂട്ടുക വേണ്ടത്. ബോട്ട് ഒഴുക്കിന്റെ ദിശയിൽ തന്നെയാണെങ്കിൽ ബോട്ടും വെള്ളത്തിന്റെ അതേ ദിശയിൽ തന്നെയാണെങ്കിൽ അവിടെ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത് വേഗത. അതുപോലെ ബോട്ട് വെള്ളത്തിന്റെ എതിർ ദിശയിലാണ് പോകുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? വേഗതകൾ തമ്മിൽ കുറയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെയും വരും. അതായത് വെള്ളം താഴോട്ടാണ് ഒഴുകുന്നത്, നമ്മുടെ ബോട്ട് എങ്ങോട്ടാണ് പോകുന്നത്? മേലോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ആകെ വേഗത കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് വേഗതകൾ തമ്മിൽ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇത്തരത്തില് നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. അപ്പൊ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, വാഹനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് രണ്ട് വ്യത്യസ്ത ദിശകളിലേക്കാണ് പോകുന്നതെങ്കിൽ ആകെ വേഗത കിട്ടാൻ വേഗതകൾ തമ്മിൽ കൂട്ടുന്നു. ഒരു നിശ്ചിത സ്ഥലത്ത് നിന്നും വാഹനങ്ങൾ ഒരേ ദിശയിലേക്കാണ് യാത്ര നടത്തുന്നതെങ്കിൽ ആകെ വേഗത കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ടും തമ്മിൽ കുറയ്ക്കുന്നു. ഓക്കെ. ഇനി ബോട്ടാണെങ്കിൽ വെള്ളത്തിന്റെ അതേ ദിശയിലാണ്, വെള്ളം ഒഴുകുന്ന അതേ ദിശയിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? വെള്ളത്തിന്റെ ഒഴുക്കിന്റെ വേഗതയും ബോട്ടിന്റെ വേഗതയും തമ്മിൽ കൂട്ടിയാലാണ് ആകെ വേഗത കിട്ടുക. എന്നാൽ ഒഴുക്കിനെതിരായിട്ടാണ് ബോട്ട് പോകുന്നതെങ്കിൽ ബോട്ടിന്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിന്റെ വേഗത എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇനി ഇതുപോലെ തന്നെ വേറെയും കുറെ വേഗതകളുണ്ട്. അത് നമുക്ക് അടുത്ത ടിപ്സിൽ. ഇതുപോലെ തന്നെയാണ് നമുക്ക് മറ്റു ചില കാര്യങ്ങളോട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് തീവണ്ടി രണ്ട് ദിശകളിലേക്ക് പറഞ്ഞു, ബോട്ട് പറഞ്ഞു. അടുത്തതാണ് ടാപ്പ് തുറക്കുമ്പോഴുള്ള വെള്ളം, അല്ലെ? അപ്പൊ ടാപ്പ് തുറക്കുമ്പോൾ രണ്ട് തരത്തിൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഒരു ടാപ്പ് തുറക്കുമ്പോൾ ദ്വാരമുള്ള ടാങ്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു ടാങ്കിലൂടെ അകത്തേക്ക് വെള്ളം വരുന്നു പുറത്തേക്ക് പോകുന്നു, അത് നോക്കാം. ഒരു ടാങ്കില് x വേഗതയില്
അല്ലെങ്കിൽ എക്സ് സമയം കൊണ്ട് എന്ത് ചെയ്യും? നിറയും. ഒരു ടാപ്പ് തുറന്നാൽ എക്സ് സമയം കൊണ്ട് വെള്ളം നിറയും. അതുപോലെ തന്നെ y സമയം കൊണ്ട് മറ്റൊരു ടാപ്പ് തുറന്നാൽ ആ ടാങ്കിലെ വെള്ളം ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതായത് ഈ ടാപ്പിലൂടെ എക്സ് സമയം കൊണ്ട് വെള്ളം നിറയും. ഇവിടെ മറ്റൊരു ടാപ്പ് ഉണ്ട്. ഈ ടാപ്പിലൂടെ വെള്ളം എന്ത് ചെയ്യും? y സമയം കൊണ്ട്, ഇത് എക്സ് ഇത് y, എക്സ് സമയം കൊണ്ട് ടാങ്ക് നിറയും അല്ലെ. y നിറയ സമയം കൊണ്ട് ടാപ്പ് എന്തായി പോവുകയും ചെയ്യും? ടാങ്കിലെ വെള്ളം എന്തായി പോവുകയും ചെയ്യും? തീർന്നു പോവുകയും ചെയ്യും. അപ്പൊ ചോദ്യം ഇതാണ്, ഒരു ടാങ്കില് വെള്ളം നിറയുന്നതിന് വേണ്ടി എക്സ് സമയമാണ് വേണ്ടത്. മറ്റൊരു ടാപ്പ് തുറക്കുമ്പോൾ അത് ടാങ്കിലെ വെള്ളം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് y സമയവും ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ രണ്ട് ടാപ്പും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? അപ്പൊ അതിനുള്ള വഴി രണ്ടും തമ്മിൽ ഗുണിക്കുക. xy by x minus y. xy by x minus y സമയം കൊണ്ടാണ് രണ്ട് ടാപ്പ് ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയുക. ഓർക്കുക, ഇവിടെ ഒരു ടാപ്പിലൂടെ നിറയുന്നു, ഒരു ടാപ്പിലൂടെ ഒഴിഞ്ഞു പോകുന്നു. അപ്പോഴാണ് xy by x minus y. ഇവിടെ 2 ഇല്ല കേട്ടോ. നമ്മൾ ശരാശരി വേഗത നേരത്തെ കണ്ട സമയത്ത് 2xy by ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ 2 ഇല്ല, ഓർത്ത് വെക്കണം. ഇതുപോലെ തന്നെ രണ്ട് ടാപ്പുകൾ രണ്ടും നിറയാൻ വേണ്ടിയുള്ളതാണ്, ഒഴിയാനുള്ളതില്ല. ഒന്നാമത്തെ ടാപ്പ് തുറന്നാൽ എക്സ് സമയം കൊണ്ടും രണ്ടാമത്തെ ടാപ്പ് തുറന്നാൽ y സമയം കൊണ്ടും ടാങ്ക് നിറയും. രണ്ട് ടാപ്പും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ടാണ് ടാങ്ക് നിറയുന്നത്? അപ്പൊ അതിനു വേണ്ടിയിട്ട് എളുപ്പ വഴി എന്താണ്? എക്സും വൈയും ഗുണിക്കുക. xy by x plus y സമയം കൊണ്ട്, xy by x plus y സമയം കൊണ്ട് ഈ ടാങ്ക് നിറയും. അപ്പൊ രണ്ട് ടാപ്പ് ഒരുമിച്ച് തുറന്നാൽ xy by x plus y സമയം കൊണ്ട് ടാങ്ക് നിറയും. അതായത് തിരിച്ച് ഒരു എക്സ് ടാപ്പ് തുറന്നാൽ ടാങ്ക് നിറയുകയും y എന്ന ടാപ്പ് തുറന്നാൽ ടാങ്ക് ഒഴിഞ്ഞു പോവുകയാണ്, വെള്ളം ഒഴിഞ്ഞു പോവുകയും കാലിയാവുകയാണെങ്കിൽ xy by x minus y ആണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതേ കാര്യം തന്നെ ജോലിക്കുണ്ട്. ഒരാള് എക്സ് സമയം കൊണ്ട് ഒരു ജോലി തീർക്കും, അതേ ജോലി മറ്റൊരാൾ y സമയം കൊണ്ടും തീർക്കും. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇത് തന്നെ xy by x plus y, x minus അല്ല x ഗുണിക്കണം y by x plus y സമയം കൊണ്ട് രണ്ടു പേർ കൂടെ ഒരുമിച്ച് ഈ ജോലി തീർക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 5 ടിപ്സ്, ഇത് വരുന്ന ചോദ്യങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് പരിശീലിക്കണം. വേഗത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മുൻപോട്ട് പഠിക്കുന്ന സമയത്ത് വളരെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ എല്ലാവരും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. താങ്ക് യു ഓൾ.